നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ IPL പൂരത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ട് മുതൽ IPL പൂരം ആരംഭിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ കളി RCBയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വാർത്ത വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്വന്തം തല മഹേന്ദ്ര സിംഗ് ധോണിക്ക് പരിക്കാണ്. ഒരു കാഫ് സ്ട്രെയിൻ ആണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ 2 ആഴ്ച IPL ആദ്യത്തെ 2 ആഴ്ച ഉണ്ടാകില്ല എന്നും കൃത്യമായിട്ടുള്ള വിവരം ഒഫീഷ്യലായി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ റീഹാബിലിറ്റേഷനിലാണ്, അതായത് ചികിത്സയിലാണ്, അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹം പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് വരാൻ ചുരുങ്ങിയത് 2 ആഴ്ച എടുക്കും. അതായത് ആദ്യത്തെ കുറേ കളികൾ അദ്ദേഹത്തിന് നഷ്ടമാകും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മറ്റന്നാളത്തെ ആദ്യം നടക്കുന്ന കളി എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ്. ആ കളി ഉൾപ്പെടെ കുറച്ച് കളികളിൽ എന്തായാലും മഹേന്ദ്ര സിംഗ് ധോണിയെ നമുക്ക് കാണാനാവില്ല. അത് CSKയ്ക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. കാരണം അദ്ദേഹം ഒരു കളിക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്വാധീനം, ടീമിനുണ്ടാക്കുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സ്വാധീനം നഷ്ടപ്പെടുന്നു, ടീമിന് ഒന്നടങ്കം എന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. CSK പോലെ ഒരു മാനേജ്മെൻറ്റിന്, ടീമിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്തായാലും ധോണി ഇപ്പോൾ റീഹാബിലിറ്റേഷൻ അവസ്ഥയിലാണ്. അദ്ദേഹം ചികിത്സയിലൂടെ കടന്നു പോവുകയാണ്, വിശ്രമത്തിലാണ്. അദ്ദേഹം തിരിച്ചു വരാൻ 2 ആഴ്ചയ്ക്ക് ചുരുങ്ങിയത് എടുക്കും. കുറച്ച് കളികളിൽ ചെന്നൈക്ക് വേണ്ടി ധോണി കളത്തിൽ ഇറങ്ങില്ല എന്ന യാഥാർത്ഥ്യം അങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ മതിയാവുള്ളൂ. ആ യാഥാർത്ഥ്യമായിട്ട് ചെന്നൈ പൊരുത്തപ്പെട്ടേ മതിയാവുള്ളൂ. അവരുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ, ഇത്രയും വർഷങ്ങളായിട്ട് 5 കിരീടങ്ങൾ അവർക്ക് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ആദ്യത്തെ 2 ആഴ്ച ഈ IPL സീസണിൽ 2026 IPL സീസണിൽ ഉണ്ടാകില്ല. അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തെ പരിക്ക് മാറി ഈ സീസണിൻ്റെ കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ ടീമിനൊപ്പം ചേരാനും കളിക്കാനും അദ്ദേഹത്തിന് അവസരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ അവസരത്തിനായി, ആ സമയത്തിനായി നമുക്ക് കാത്തിരിക്കാം.